കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. താനൂർ തീരദേശത്ത് സംഘർഷം. CPM ഓഫീസിന് നേരെ അക്രമം. ഒട്ടുംപുറം ഫക്കീർപള്ളി പരിസരത്ത് CPM ഓഫീസാണ് തകർത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയാഘോഷത്തിന്റെ മറവിലാണ് വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടതെന്ന് CPM തീരദേശ ലോക്കൽ സെക്രട്ടറി സൈനുദ്ദീൻ പറഞ്ഞു. സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ മുസ്ലിം ലീഗ് ലംഘിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായതായും ഇതിൽ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി കെ സലാമും പറഞ്ഞു. താനൂർ ഒട്ടുപുറം ഫക്കീർപള്ളി പരിസരത്താണ് CPM ഓഫീസിന് നേരെ അക്രമം ഉണ്ടായത്. ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി ഫർണിച്ചറുകളും മറ്റും അടിച്ചു തകർത്തു. കൊടിതോരണങ്ങൾ നശിപ്പിച്ചു. ഓഫീസിനോട് ചേർന്ന കടമുറിയിൽ സൂക്ഷിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ വള്ളം, എഞ്ചിനും മണ്ണെണ്ണയും നശിപ്പിച്ചതായും പരാതിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയാഘോഷത്തിന്റെ മറവിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലകളിൽ വ്യാപകമായ ആക്രമണമാണ് നടത്താൻ ശ്രമിക്കുന്നത്. ഓരോ ആഴ്ചകളും ഓരോ വെള്ളിയാഴ്ചകളിലും ഓരോ വാർഡുകളിലും വിജയാഘോഷം നടത്തുകയാണ്. ഈ ആഘോഷത്തിന്റെ മറവിലാണ് ആക്രമണം വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇന്നലെ വൈകിട്ട് 7 മണിക്ക് CPIMന്റെ ഫക്കീർപള്ളി ബ്രാഞ്ച് കമ്മിറ്റിന്റെ ഓഫീസ് തകർത്ത് ഓഫീസിനകത്തുള്ള ഫർണിച്ചറും TVയും മറ്റും സാധന കൊടിതോരണങ്ങൾ, അതേപോലെ അരിവാൾ ചുറ്റിക ഉണ്ടാക്കിയിട്ടുള്ള ലൈറ്റ് ബോർഡ് നശിപ്പിക്കപ്പെട്ടു. അതേപോലെ അതിനോട് ചേർന്ന് നിൽക്കുന്ന വീടിൽ അതിക്രമിച്ച് കയറി വീട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും അസഭ്യം പറയുകയും അതേപോലെ അവരെ അടിക്കുകയും തള്ളിയിടുകയും ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ വെള്ളക്കാരുടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപകരണങ്ങൾ, മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന എഞ്ചിൻ, വല, മണ്ണെണ്ണ നിറച്ചുള്ള കന്നാസ്, ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വ്യാപകമായ അക്രമമാണ് ലീഗ് ഉദ്ദേശിച്ചത്. CPMന്റെ പ്രവർത്തകരെ നിയന്ത്രിച്ചതിന്റെ ഭാഗമായിട്ടാണ് വലിയൊരു സംഘർഷം ഇല്ലാതായത്. സംഭവത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് സർവകക്ഷി യോഗം ചേർന്ന് ആഘോഷ പരിപാടികൾ നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനങ്ങൾ ലംഘിക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ സ്വീകരിച്ചതെന്നും ഇവർ പറഞ്ഞു. ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ആഘോഷ പരിപാടി നടത്തുന്ന DJ പോലുള്ള സംഗതികൾക്ക് പെർമിഷൻ അനുമതിയോടുകൂടി നടത്തണമെന്നും തീരുമാനിക്കുകയുണ്ടായിട്ടുണ്ട്. നമുക്കറിയാൻ സാധിച്ചത് പല DJക്കും പെർമിഷൻ എടുക്കാതാണ് നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ്. ഈ പെർമിഷൻ എടുക്കാതെ നടത്തപ്പെടുന്ന DJക്കിന്റെ വണ്ടിന്റെ അകത്ത് മാരകായുധങ്ങളും വടികളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. വ്യക്തമായി അന്വേഷിക്കാൻ പോലീസിനോട് നിർദ്ദേശം കൊടുത്ത് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതേസമയം വിജയാഘോഷയാത്രയിലേക്ക് ഉണ്ടായ കല്ലേറിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചതായും പരാതിയുണ്ട്. വിജയാഘോഷത്തിലേക്ക് കല്ലേറി വരികയും തുടർന്നാണ് മറ്റു സംഭവങ്ങൾ ഉണ്ടായതെന്നുമാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കെ സലാം പറയുന്നത്. വിജയാഘോഷം നടക്കുമ്പോൾ ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് CPM പറയുന്നിടത്തുനിന്ന് ഈ വിജയാഹ്ലാദത്തിലേക്ക് കല്ലേറി വരികയും തുടർന്നാണ് അവിടെ സംഘർഷമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായൊരു നിയോജകമണ്ഡലം ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചപ്പോൾ ആ ജയത്തിന് മങ്ങലേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDFന്റെ വിജയത്തിന് മങ്ങലേൽപ്പിക്കാനുള്ള ശ്രമമാണ് CPMന്റെ ഭാഗത്തും ഉണ്ടാകുന്നതെന്നും സലാം പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.